ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ജില്ലയിലെ ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപനാണ് പത്രിക സമർപ്പിച്ചത്. BJP രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ച B ഗോപാലകൃഷ്ണനും A നാഗേഷും. CPIയിൽ നിന്ന് പുറത്താക്കിയ CC മുകുന്ദൻ നാട്ടികയിൽ BJP സ്ഥാനാർത്ഥി. കൊള്ളയടിക്കാനും തമ്മിലടിക്കാനുമാണ് UDFന് അധികാരമെന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ PK ബിജു. LDF തമ്മിലടിക്കുന്ന മുന്നണിയല്ലെന്നും PK ബിജു. പാലിയേക്കര മടവാക്കരയിൽ LPG പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പൂർണ്ണമായി അടയ്ക്കാൻ ശ്രമം തുടരുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്നും അധികൃതർ. ഭൂമി വിട്ട് നൽകുന്നതിനെ ചൊല്ലി ഇരിങ്ങാലക്കുട നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ചെയർമാൻ അവതരിപ്പിച്ച പ്രമേയത്തെ ചൊല്ലി തർക്കം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള പ്രമേയം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് LDF. മറ്റത്തൂർ പഞ്ചായത്തിലെ മന്ദരപ്പിള്ളി നൂലുവള്ളി റോഡിലുള്ള കലുങ്കുപാലം അപകടാവസ്ഥയിൽ. മണ്ണിടിഞ്ഞ് ഗർത്തം രൂപപ്പെട്ടതോടെ യാത്രക്കാർ അപകടത്തിൽപ്പെടാവുന്ന സ്ഥിതി. വാർത്തകൾ വിശദമായി. മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലയിലെ ആദ്യ പത്രികാ സമർപ്പണമാണ് പ്രതാപന്റേത്. അയ്യന്തോൾ സിവിൽ സ്റ്റേഷനിൽ മണലൂർ നിയോജക മണ്ഡലത്തിലെ വരണാധികാരിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുമായ S ശ്യാമലക്ഷ്മിക്ക് മുൻപാകെയാണ് TN പ്രതാപൻ പത്രിക നൽകിയത്. 4 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉൾപ്പെടെയുള്ള UDF നേതാക്കളും പ്രതാപനോടൊപ്പം ഉണ്ടായിരുന്നു. പത്രിക സമർപ്പിച്ച് പുറത്തിറങ്ങിയ TN പ്രതാപന് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി 1.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണവള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചെലവിലേക്കായി നൽകി. മണലൂരിൽ ഇത്തവണ 100% വിജയപ്രതീക്ഷയുണ്ടെന്ന് പ്രതാപൻ പറഞ്ഞു. 100% ഉറപ്പ്. മണലൂരിൽ യാതൊരു സംശയം വേണ്ട. ചുണ്ടിനും കപ്പിനും ഇടയിലാണ് കഴിഞ്ഞ 2 തവണ മണലൂർ നഷ്ടപ്പെട്ടത്. മണലൂർ കോൺഗ്രസിന്റെ UDFന്റെ മണ്ഡലമാണ്. ഇത്തവണ ഒരു പോസിറ്റീവ് ഇലക്ഷൻ ക്യാമ്പയിനാണ് മണലൂർ. നോ നെഗറ്റീവ് ഇലക്ഷൻ ക്യാമ്പയിൻ, ഫുൾ പോസിറ്റീവ് ഇലക്ഷൻ ക്യാമ്പയിനാണ്. എന്തായിരിക്കും ഞങ്ങളുടെ എയിം? ഞങ്ങളെ എയിം 23-ാം തീയതി UDFന്റെ ഇലക്ഷൻ കൺവെൻഷനിൽ ഞങ്ങൾ ആ എയിം പ്രഖ്യാപിക്കും. മണലൂരിന് വേണ്ടി കൃത്യമായും ചില ഗ്യാരണ്ടി ഞങ്ങൾ ജനങ്ങൾക്ക് നൽകും. ആ ഗ്യാരണ്ടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. പെരിങ്ങാട് പുഴയിലെ കണ്ടൽക്കാടുകളെ സംരക്ഷിത വനമായി പ്രഖ്യാപിച്ച നടപടി റദ്ദാക്കി അവിടെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനാണ് ആദ്യ പരിഗണനയെന്ന് പ്രതാപൻ പറഞ്ഞു. പെരിങ്ങാട് പുഴയോരം കണ്ടൽ വനങ്ങളായി ഈ പ്രഖ്യാപിച്ചത് ആ ഉത്തരവ് ഞങ്ങൾ റദ്ദാക്കിക്കും. അത് പുഴയായി അവിടെ നടത്തും. ജനങ്ങളുടെ ജീവിതത്തിന് വീട് വെക്കാൻ, താമസിക്കാൻ, മീൻ പിടിക്കാൻ, അവർക്ക് ഉപജീവനത്തിന് വേണ്ടി മാർഗം ഉണ്ടാക്കാനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി ആ ഉത്തരവ് ഞങ്ങൾ റദ്ദാക്കിക്കും. അവിടെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനുള്ള എല്ലാ സൗകര്യവും കൊടുക്കും. ഇതുപോലെ ഏനാമാക്കൽ റെഗുലേറ്ററിന്റെ പ്രശ്നം, നെൽകൃഷിക്കാരുടെ പ്രശ്നം, ഇതെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കും. ഏനാമാവ് റെഗുലേറ്റർ പ്രശ്നവും നെൽകൃഷിക്കാരുടെ പ്രശ്നവും ഏറ്റെടുക്കുമെന്നും മണലൂരിനു വേണ്ടി പ്രത്യേകമായ ചില ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകുമെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. TCV ന്യൂസ്, തൃശൂർ. BJP രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ച് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനും A നാഗേഷും. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന് സീറ്റ് ഇല്ലാതിരുന്നത് അസംതൃപ്തിക്കിടയാക്കിയിരുന്നു. B ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം അസംതൃപ്തി പരസ്യമാക്കുകയും ചെയ്തു. നേരത്തെ കൊടുങ്ങല്ലൂരിൽ സീറ്റ് ഉറപ്പിച്ച് ഗോപാലകൃഷ്ണൻ പ്രചാരണം ആരംഭിച്ചിരുന്നു. എന്നാൽ കൊടുങ്ങല്ലൂർ 2020 നൽകുകയും വർഗീസ് ജോർജ് സ്ഥാനാർത്ഥിയാകുകയും ചെയ്തു. രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഗുരുവായൂരിലാണ് B ഗോപാലകൃഷ്ണന് സീറ്റ് ഉറപ്പിച്ചത്. CPI പുറത്താക്കിയ CC മുകുന്ദൻ നാട്ടികയിൽ NDA സ്ഥാനാർത്ഥിയായി. പുതുക്കാട് A നാഗേഷ്, ഒല്ലൂർ ബിജോയ് തോമസ്, വടക്കാഞ്ചേരി ഉല്ലാസ് ബാബു എന്നിവരാണ് സ്ഥാനാർത്ഥികൾ.
കൊള്ളയടിക്കാനും തമ്മിലടിക്കാനുമാണ് UDFന് അധികാരമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ PK ബിജു പറഞ്ഞു. LDF തൃശൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തമ്മിലടിക്കുന്ന മുന്നണിയല്ല LDF, നാടിനെ മുന്നോട്ട് നയിക്കാനാണ് LDFന് ഭരണമെന്ന് കഴിഞ്ഞ 2 പിണറായി സർക്കാരുകളും തെളിയിച്ചു. എന്നാൽ UDFന് ഒരു മുദ്രാവാക്യം പോലുമില്ല. പെൻഷൻ കൈക്കൂലിയാന്ന് പറഞ്ഞവരെ ജനം എങ്ങനെ കൈപിടിച്ച് അധികാരമേൽപ്പിക്കുമെന്നും ബിജു ചോദിച്ചു. CPM ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ, MLA P ബാലചന്ദ്രൻ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, വിവിധ ഘടകകക്ഷി നേതാക്കളായ ജെയ്സൺ മാണി, പ്രിജു ആന്റണി, CR വത്സൻ, ജെയിംസ് മുട്ടിക്കൽ, കോർപ്പറേഷൻ കൌൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പവർക്കട്ടും ലോഡ് ഷെഡിങ്ങും സർവ്വസാധാരണമായ കേരളം, പാഠപുസ്തകങ്ങളില്ലാതെ പഠിക്കേണ്ടി വരുന്ന കേരളത്തിലെ ബാല്യങ്ങളെ കണ്ട ഒരു കാലം, ഈ കേരളത്തിന്റെ മഹാഭൂരിപക്ഷം പൊതുമേഖലാ സ്ഥാപനങ്ങളും അടച്ചു പൂട്ടപ്പെട്ട് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ കേരളം, യാത്രാ യോഗ്യമല്ലാത്ത റോഡുകൾ നിറഞ്ഞ കേരളം, അഴിമതിയിൽ മന്ത്രിമാർ കേസിൽപ്പെടുകയും ജയിലിലടക്കപ്പെടുകയും രാജിവെക്കപ്പെടുകയും ചെയ്ത കേരളം, ആ കേരളത്തെ പുതിയ കേരളമായി വീണ്ടെടുക്കാനുള്ള ദൗത്യം 2016 ജനങ്ങൾ LDFന് ഏൽപ്പിച്ചു. ആ ദൗത്യം പൂർത്തീകരിച്ച് 2021 വീണ്ടും ജനങ്ങളെ പാലിയേക്കര മണലി മടവാക്കരയിൽ LPG പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പൂർണ്ണമായി അടയ്ക്കാൻ കഴിഞ്ഞില്ല. ചോർച്ച അടയ്ക്കാൻ ശ്രമം തുടരുകയാണ്. അധികൃതരുടെ നിർദ്ദേശപ്രകാരം പരിസരത്തെ 15ഓളം വീട്ടുകാർ മാറി താമസിച്ചു. മേഖലയിൽ KSEB വൈദ്യുത ലൈനുകൾ ഓഫ് ചെയ്തു. മണലി മടവാക്കര റോഡിൽ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അധികൃതർ അറിയിച്ചു. കോഴിക്കോട്, പാലക്കാട്, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ വിദഗ്ധ സംഘമാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. നെല്ലായിലും മരത്താക്കരയിലുമുള്ള 2 വാൽവുകൾ അടച്ച് പൈപ്പിലൂടെ വെള്ളം പമ്പ് ചെയ്യുകയാണ്. ഇത് പൂർത്തീകരിച്ച് പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്താൽ മാത്രമേ പാചകവാതക വിതരണം പൂർവ്വസ്ഥിതിയിലാകൂ എന്ന് അധികൃതർ പറഞ്ഞു. ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ പെട്രോൾ പൈപ്പ് ലൈനിൽ പണിക്കെത്തിയ തൊഴിലാളികൾ 8 മീറ്റർ അപ്പുറത്തുള്ള ഗ്യാസ് പൈപ്പ് ലൈൻ അബദ്ധത്തിൽ തുളച്ചതിനെ തുടർന്നാണ് വൻ വാതക ചോർച്ച ഉണ്ടായത്. പാലിയേക്കരയിൽ ചോർന്നുപോയത് 63,000 സിലിണ്ടറിലേക്കുള്ള പാചകവാതകം. പൈപ്പ് ലൈനിന്റെ ചോർച്ച അടയ്ക്കാൻ 3 ദിവസം വേണം. ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ പെട്രോൾ പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണിക്കിടെ KSPPL കമ്പനിയുടെ പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായ സംഭവത്തിൽ നഷ്ടമായത് 60,000 സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിനുള്ള പാചകവാതകമെന്ന് കണക്ക്. കൊച്ചി സേലം പൈപ്പ് ലൈനിൽ 1 അടി വ്യാസമുള്ള പൈപ്പിന്റെ 12 കിലോമീറ്റർ വരുന്ന ഭാഗത്താണ് ചോർച്ച ഉണ്ടായത്. ഈ സമയം 900 ടൺ പാചകവാതകം പൈപ്പിലുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. പൈപ്പ് ലൈനിൽ നെല്ലായിയിലും മരത്താക്കരയിലുമുള്ള വാൽവുകൾ അടച്ച ശേഷം ഈ ഭാഗത്തെ ഗ്യാസ് നീക്കം ചെയ്ത് വെള്ളം നിറച്ച് പമ്പു ചെയ്ത് വൃത്തിയാക്കിയ ശേഷം വേണം ചോർച്ച അടയ്ക്കാൻ. ഇതിന് കുറഞ്ഞത് 3 ദിവസത്തെ പണിയുണ്ടാകും. ഈ സമയം അത്രയും ചോർച്ചയിലൂടെ പുറത്തുപോകുന്ന ഗ്യാസ് വെള്ളം പമ്പ് ചെയ്ത് ശക്തി കുറച്ചുകൊണ്ടിരിക്കുകയും വേണം. ബുധനാഴ്ച വൈകിട്ട് 6 വരെ പുതുക്കാട് അഗ്നിരക്ഷാസേന 6 യൂണിറ്റ് വെള്ളം ഇതിനായി ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പൈപ്പിന്റെ ചോർച്ചയുള്ള ഭാഗത്ത് പുറത്തേക്ക് വരുന്ന വാതകവും വെള്ളവുമായി ചേർന്ന് ഐസ് രൂപപ്പെടുന്നത് ചോർച്ച കുറയാൻ സഹായിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ. BPCL അധികൃതർ നിർദ്ദേശിച്ച സ്ഥലത്ത് ഡ്രിൽ ഉപയോഗിച്ച് തുളച്ചതോടെയാണ് ചോർച്ചയ്ക്കിടയാക്കിയത്. തുളയിൽ ഡ്രില്ലിന്റെ കൂർത്ത ഭാഗം ഒടിഞ്ഞിരിപ്പുണ്ടെന്നാണ് സ്ഥലത്തെത്തിയ KSPPL അധികൃതർ പറയുന്നത്. പെട്രോളിയം അധികൃതർ തെറ്റായി ലൊക്കേഷൻ അടയാളപ്പെടുത്തിയതാണ് പൈപ്പ് മാറി തുളയ്ക്കാൻ കാരണമെന്നും KSPPL അധികൃതർ പറഞ്ഞു. നിലവിൽ 8 മീറ്റർ താഴ്ചയിലാണ് KSPPLന്റെ പൈപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. മണലിപ്പുഴയിൽ നിന്ന് ഏറെ അകലെയല്ലാത്ത ഈ ഭാഗത്ത് അറ്റകുറ്റപ്പണി ചെയ്യണമെങ്കിൽ ആദ്യം മണ്ണിടിച്ചിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അറ്റകുറ്റപ്പണികൾ 2-3 ദിവസങ്ങൾ നീളുമെന്ന് ഉറപ്പാണ്. TCV ന്യൂസ്, പുതുക്കാട്. പഴയ ജയിൽ ഭൂമി സംബന്ധിച്ച് ഇരിങ്ങാലക്കുട നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ചെയർമാൻ അവതരിപ്പിച്ച പ്രമേയത്തെ ചൊല്ലി തർക്കം. രേഖകൾ പരിശോധിച്ച ശേഷം കൂടൽമാണിക്യം ദേവസ്വത്തിന് ഭൂമി വിട്ടുനൽകാൻ തയ്യാറാകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയമാണ് ചെയർമാൻ MP ജാക്സൺ അവതരിപ്പിച്ചത്. പ്രമേയം ഏകകണ്ഠമായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും വിയോജിപ്പ് അറിയിച്ച് LDF കൌൺസിലർമാർ രംഗത്തെത്തി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള പ്രമേയം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് LDF അംഗങ്ങൾ ആരോപിച്ചു. രേഖകൾ ദേവസ്വത്തിന്റെ കൈവശമല്ലാത്തതുമൂലമാണ് സ്ഥലത്ത് പോലീസ് കൺട്രോൾ റൂം പണിയാൻ
സർക്കാർ അനുമതി നൽകിയതെന്നും ഇടതുപക്ഷ കൌൺസിലർമാർ യോഗത്തിൽ അറിയിച്ചു. പ്രമേയത്തെ BJP കൌൺസിലർമാർ അനുകൂലിച്ചു. ഭൂമിയെ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രമേയം അവതരിപ്പിച്ചതെന്ന് നഗരസഭാ ചെയർമാൻ MP ജാക്സൺ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സബ്സിഡിയുടെ കൈവശമുണ്ടായിരുന്ന സ്ഥലം മുൻവിധികളില്ലാതെ, അതായത് ഗവൺമെന്റ് മുൻവിധികളില്ലാതെ കൃത്യമായ പരിശോധനയും എന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടാണ് UDFിന്റെ നേതൃത്വത്തെക്കുറിച്ച് ആലോചിച്ച് പാർട്ടിയിൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് നമുക്ക് ദേവസ്വത്തിൻ്റെ ഭൂമിയാണ് സബ് ജയിൽ ചെയ്തിരുന്ന സ്ഥലമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് കൊടുക്കണമെന്ന് ആവശ്യപ്പെടാൻ തീരുമാനിച്ചത്. മറ്റത്തൂർ പഞ്ചായത്തിലെ മന്ദരപ്പിള്ളി നൂലുവള്ളി റോഡിലുള്ള കലുങ്കുപാലം അപകടാവസ്ഥയിൽ. പാലത്തോട് ചേർന്ന റോഡിന്റെ ഒരു വശത്ത് മണ്ണിടിഞ്ഞ് ഗർത്തം രൂപപ്പെട്ടതോടെ ഏത് സമയവും യാത്രക്കാർ അപകടത്തിൽപ്പെടാവുന്ന സ്ഥിതിയാണ്. കോടാലി മുപ്ലിയം റോഡിനെയും ചെമ്പുച്ചിറ വാസുപുരം റോഡിനെയും ബന്ധിപ്പിക്കുന്ന മന്ദരപ്പിള്ളി നൂലുവള്ളി റോഡിൽ ആലുക്കപ്പാടം ഭാഗത്താണ് കലുങ്കുപാലമുള്ളത്. ഇവിടെയുള്ള കൈത്തോടിനു കുറുകെ 25 വർഷം മുൻപ് നിർമ്മിച്ചതാണ് കലുങ്കുപാലം. കാലപ്പഴക്കം മൂലം പാലത്തിലെ സ്ലാബിന്റെ അടിവശത്ത് നിന്ന് കോൺക്രീറ്റ് അടർന്നു വീഴുകയാണ്. കോൺക്രീറ്റിനുള്ളിലെ തുരുമ്പിച്ച കമ്പികളും പുറത്താണ്. സ്കൂൾ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന റോഡിലാണ് ഈ കലുങ്കുപാലമുള്ളത്. ഏകദേശം 20 വർഷത്തിലധികമായി ഇതിലിടയ്ക്കുള്ള ഒരു പാലം പണിതിട്ട് ഇപ്പോൾ അത് വലിയ ഗർത്തവും അടിയിൽ കമ്പി മുഴുവൻ പുറത്തേക്ക് കാണുന്ന രീതിയിൽ അപകടാവസ്ഥയിലായിരിക്കുകയാണ്. മുപ്ലിയം, ചാക്കപ്പമ്പടി, നാടിപ്പാറ, ഇഞ്ചക്കുണ്ട്, ഹാരിസൺ പ്ലാന്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊടകരയ്ക്കുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഇത്. 2 മാസം കഴിഞ്ഞാൽ മഴക്കാലം ആരംഭിക്കാൻ പോവുകയാണ്. മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇടിയുകയും തീരെ യാത്രാ സൗകര്യമില്ലാത്ത രീതിയിൽ ജനങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്യാനാണ് സാധ്യത. മുപ്ലിയം, ചാക്കപ്പൻപടി, ഉപ്പുഴി, നൂലുവള്ളി, ഇഞ്ചക്കുണ്ട് പ്രദേശങ്ങളിലുള്ളവർ കൊടകരയിലെത്താൻ തെരഞ്ഞെടുക്കുന്ന എളുപ്പ വഴി കൂടിയാണ് ഈ റോഡ്. കോടാലി മുപ്ലിയം റോഡിൽ ഗതാഗത തടസ്സമുണ്ടായാൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതും ഇതുവഴിയാണ്. പാലത്തിനു സമീപം രൂപപ്പെട്ട ഗർത്തത്തിൽ വാഹനങ്ങൾ അകപ്പെടാതിരിക്കാൻ അപകട സൂചനയായി മരക്കമ്പ് നാട്ടിയിരിക്കുകയാണ് നാട്ടുകാർ. മഴ തുടങ്ങിയാൽ റോഡ് കൂടുതൽ ഇടിഞ്ഞുപോകാനിടയുള്ളതിനാൽ അടിയന്തരമായി പാലം പുതുക്കി പണിയാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കൊടകര. മണലൂർ നിയോജക മണ്ഡലത്തിൽ NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. വെങ്കിടങ്ങിൽ പ്രത്യേകം തയ്യാറാക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം NDA സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ നിർവഹിച്ചു. നിയോജക മണ്ഡലം കൺവീനർ പ്രവീൺ പറങ്ങനാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, BDJS നിയോജക മണ്ഡലം പ്രസിഡന്റ് സുധീർ G പൊന്നരശ്ശേരി, സേവ്യൻ പള്ളത്ത്, KS ധനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു സാഹചര്യം കുന്നംകുളം മണ്ഡലത്തിലെ BDJS സ്ഥാനാർത്ഥി KR രജിൽ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് പ്രചരണം ആരംഭിച്ചത്. തുടർന്ന് മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ സന്ദർശിച്ചു. ആരാധനാലയങ്ങളിലും സ്ഥാപനങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തി. BJP സംസ്ഥാന സമിതി അംഗം PV ചന്ദ്രശേഖരൻ, BDJS ജില്ലാ സെക്രട്ടറി ശശികുമാർ മാങ്ങാടൻ, CB ശ്രീഹരി, രജീഷ് ഐനൂർ, ശോഭന കുന്നത്ത് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തെ പാർട്ടികളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. തൃശൂരിൽ BJP നേതാവ് ഉൾപ്പെടെ ഒരു കൂട്ടം ആളുകൾ CPM-ലേക്ക്. BJP മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയായിരുന്ന പെപ്പിൻ ജോർജ് ഉൾപ്പെടെയുള്ളവരാണ് CPM-ലേക്ക് ചുവടുമാറുന്നത്. പാർട്ടിയിൽ നിന്നുള്ള അവഗണനയാണ് പെപ്പിനെ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചത്. നിലവിലെ പാർട്ടി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സ്ഥാനം മാസങ്ങൾക്ക് മുൻപേ രാജിവെച്ചിട്ടും നേതാക്കൾ ഇന്നേവരെ അന്വേഷിക്കുക പോലും ചെയ്തില്ലെന്ന് പെപ്പിൻ പറഞ്ഞു. BJP ന്യൂനപക്ഷ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള പെപ്പിൻ തൃശൂർ കോർപ്പറേഷനിലേക്കും 2 തവണ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും തിരഞ്ഞെടുപ്പിൽ BJP-ക്കായി മത്സരിച്ചിട്ടുണ്ട്. പെപ്പിന് പുറമെ മറ്റു പാർട്ടികളിൽ നിന്നടക്കം നിരവധി പേർ CPM-ലേക്ക് എത്തുന്നുണ്ട്. ഇവരെ ഞായറാഴ്ച മുളങ്ങുന്നത്തുകാവിൽ നടക്കുന്ന പരിപാടിയിൽ വെച്ച് പാർട്ടി ഔദ്യോഗികമായി സ്വീകരിക്കും. കയ്പമംഗലം നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി KK വത്സരാജ് എടത്തുരുത്തി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. എടത്തുരുത്തി ചുല്ലൂർ സെന്ററിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത്. എടത്തുരുത്തി പഞ്ചായത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ, സ്കൂളുകളും സന്ദർശിച്ചു. നേതാക്കളായ VK ജ്യോതിപ്രകാശ്, AV സതീഷ്, PK ഷാജു, ശ്രീദേവി ദിനേശ്, നവമി പ്രസാദ് എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. നാട്ടിക നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദന്റെ പഞ്ചായത്ത് തല പ്രചരണം ആരംഭിച്ചു. അന്തിക്കാട് സെന്ററിലെത്തിയ CC മുകുന്ദൻ വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരോടും ഓട്ടോ തൊഴിലാളികളോടും വോട്ട് അഭ്യർത്ഥിച്ചു. നേതാക്കളായ EP ഹരീഷ്, EP ജാൻസി, റിനി കൃഷ്ണപ്രസാദ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു.
10 കേന്ദ്രങ്ങളിലെ പര്യടനത്തിന് ശേഷം വൈകിട്ട് ഊരകം സെൻട്രലിൽ നടക്കുന്ന റോഡ് ഷോയുടെ ഇന്നത്തെ പരിപാടികൾ സമാപിക്കും. കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് OJ ജനീഷ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി റോഡ് ഷോ നടത്തി. ES സാബു, NS വിജയൻ, KP സുനിൽകുമാർ, യൂസഫ് പടിയത്ത്, രവി നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. LDF ചെമ്പുച്ചിറ മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഉമ്മുകുൽസു അസീസ് അധ്യക്ഷത വഹിച്ചു. CPM മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS പ്രശാന്ത്, PK കൃഷ്ണൻകുട്ടി, VK വിനീഷ്, PR ഷാജൻ, സബിത സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ വർഗീസ് ജോർജ് കൊടുങ്ങല്ലൂർ നഗരത്തിൽ റോഡ് ഷോ നടത്തി. തെക്കേ നടയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ നഗരം ചുറ്റി സമാപിച്ചു. NDA നേതാക്കളായ PK രവീന്ദ്രൻ, KP ഉണ്ണികൃഷ്ണൻ, KR വിദ്യാസാഗർ, ER ജിതേഷ്, ദിനിൽ മാധവ്, സിനീഷ് എന്നിവർ നേതൃത്വം നൽകി. ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കില്ലെന്ന് ആം ആദ്മി ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ ഷാജു കാവുങ്കൽ പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ നികുതി പണം ദൂർത്തടിക്കാതെയും കമ്മീഷൻ പറ്റാതെയും ശുദ്ധജലം, വിദ്യാഭ്യാസം, വൈദ്യുതി തുടങ്ങിയവ സൌജന്യമായി എല്ലാവർക്കും എത്തിക്കാൻ സാധിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഡൽഹിയിലും പഞ്ചാബിലും ആം ആദ്മി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലും എത്തണമെന്നും ഷാജു കാവുങ്കൽ അഭിപ്രായപ്പെട്ടു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഇനി റംസാൻ നോമ്പുതുറ വിശേഷങ്ങളുമായി റംസാൻ മുബാറക്. ഒരു മാസക്കാലം നീണ്ടുനിന്ന ആത്മചൈതന്യത്തിൽ നിന്നും നേടിയെടുത്ത വിശുദ്ധിയോടെ ഇസ്ലാം മതവിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കാനൊരുങ്ങി. ഒരു മാസക്കാലം അന്നപാനീയങ്ങളും വികാര വിചാരങ്ങളും വെടിഞ്ഞും മനസ്സും ശരീരവും അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് ഖുർആൻ പാരായണം നടത്തിയും തറാവീഹ്, തസ്ബീഹ് തുടങ്ങിയ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചും ഒരു വർഷക്കാലത്തെ പാപങ്ങൾ കരയിച്ചു കളഞ്ഞ് ആത്മസംശുദ്ധിയോടെയാണ് വിശ്വാസികൾ പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്നത്. വ്യാഴാഴ്ച മാനത്ത് ശവ്വാൽ അമ്പിളിപ്പിറ കണ്ടുകഴിഞ്ഞാൽ വെള്ളിയാഴ്ച പെരുന്നാളായിരിക്കും. മാസപ്പിറ കണ്ടില്ലെങ്കിൽ ശനിയാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ. മാസപ്പിറ കണ്ടുകഴിഞ്ഞാൽ പള്ളികളും വീടുകളും തക്ബീർ ധ്വനികളാൽ മുഖരിതമാകും. ഇതോടെ വിശ്വാസികൾ നോമ്പിന്റെ പൂർണ്ണത ലഭിക്കാനായി ഫിത്തർ സക്കാത്ത് നൽകും. പെരുന്നാളിന് ഒരാൾ പോലും പട്ടിണി കിടക്കരുതെന്നാണ് ഫിത്തർ സക്കാത്തിന്റെ ലക്ഷ്യം. വീട്ടിലെ അംഗങ്ങൾ ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും ഫിത്തർ സക്കാത്ത് നൽകും. ധാന്യമാണെങ്കിൽ ഒരാൾക്ക് 2.5 കിലോ നൽകണം. പെരുന്നാൾ നിസ്കാരം തുടങ്ങും മുൻപാണ് ഫിത്തർ സക്കാത്ത് നൽകുക. TCV ചാവക്കാട്. ഓരോ റംസാനും വിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യം നിറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് ഓരോ നോമ്പുതുറയും. വൈവിധ്യമാർന്ന വിഭവങ്ങളുടെ വിരുന്നൂട്ടൽ കൂടിയാണ് ഏവർക്കും ഈ വിശുദ്ധകാലം. റംസാന്റെ പുണ്യദിനങ്ങളിലെ മഹത്തരമായ വ്രതാനുഷ്ഠാനത്തിനൊപ്പം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നോമ്പുതുറ. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയം വെടിഞ്ഞുള്ള നോമ്പ് മുറിക്കുന്നത് അല്പം വെള്ളം കുടിച്ചാണെങ്കിലും നോമ്പുതുറ വിഭവങ്ങൾ പലതാണ്. ഈന്തപ്പഴവും ആപ്പിളും മുന്തിരിയും തണ്ണിമത്തനും കൈതച്ചക്കയുമെല്ലാമായി ഫലവർഗ്ഗങ്ങൾ നിറയും. ഇത് കൂടാതെ വിവിധതരം പത്തിരിയും ഉന്നക്കയും സമോസയും കായ്പോളിയും പലവിധ അടകളും വെള്ളപ്പം ഉൾപ്പെടെയുള്ള അപ്പങ്ങളും നെയ്ച്ചോറും മട്ടനും ചിക്കനും ബീഫും ഇങ്ങനെ നീളുന്നു ഓരോ നോമ്പുതുറയിലെ പലഹാരങ്ങളുടെയും വിഭവങ്ങളുടെയും നിര. ദേശവ്യത്യാസം കണക്കെ പ്രാദേശിക വിഭവങ്ങൾ വേറെയും ഉണ്ടാകും. ഇതിനും പുറമെയാണ് മലബാർ വിഭവങ്ങൾ. ഇവയ്ക്ക് ഏതൊരു നോമ്പുതുറയിലും പ്രത്യേകമായ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. വീടുകളിൽ തുടങ്ങി സമൂഹ നോമ്പുതുറ വരെ എത്തി നിൽക്കുന്ന വ്യത്യസ്തത അവിടങ്ങളിലെ വിഭവങ്ങളിലും പ്രകടമാണ്. ഈ വൈവിധ്യങ്ങളായ വിഭവങ്ങളുടെ സംഗമസ്ഥാനമെന്ന നിലയിൽ നോമ്പുതുറകൾ എല്ലായ്പ്പോഴും സമ്പന്നവും സവിശേഷവുമായി സമൂഹത്തിൽ സ്വാദറിയിക്കുകയാണ്. TCV തൃശൂർ.
തൃശൂർ കുന്നംകുളം റോഡിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. വേലൂർ തലക്കോട്ടുകര സ്വദേശിനി പള്ളിക്കുളം വീട്ടിൽ മുഹമ്മദ് റാഫിയുടെ മകൾ 20 വയസ്സുള്ള ഫർസാനയാണ് മരിച്ചത്. ബുധനാഴ്ചയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തേക്ക് അമിത വേഗതയിൽ വന്ന ലോറി മുന്നിൽ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന ബന്ധുവായ ഫാത്തിമയ്ക്കും പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് റോഡിൽ തെറിച്ചു വീണ ഫർസാനയെ ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വേലൂർ തയ്യൂരിൽ കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് മറിഞ്ഞ് തയ്യൂർ ക്ഷീരസംഘം സെക്രട്ടറി ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്ക്. തയ്യൂർ മേലേപ്പുരയ്ക്കൽ കൃഷ്ണൻ, ക്ഷീരസംഘം സെക്രട്ടറിയായ ഭാര്യ സുജ, ഇവരുടെ മകൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. വീട്ടിലേക്ക് വരുന്നതിനിടയിൽ വേലൂർ ചുങ്കം റോഡിൽ വെച്ച് കാട്ടുപന്നി ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ടു മറിഞ്ഞ ബൈക്കിൽ നിന്നും തെറിച്ചു വീണ സുജയ്ക്ക് തലയ്ക്കും കൃഷ്ണനും മകൾക്കും തോളിനും പരിക്കേറ്റു. പരിക്കേറ്റ 3 പേരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തിന്റെ ഭാഗമായി നാളെ രേവതി വിളക്ക് തെളിയും. നാളെ വൈകിട്ട് ദീപാരാധന വേളയിൽ ക്ഷേത്രത്തിലെ ദീപസ്തംഭങ്ങളിലും കൽവിളക്കുകളിലും മൺചെരാതുകളിലും സഹസ്രദീപങ്ങൾ തെളിയുന്നതോടെ ഭക്തസഹസ്രങ്ങളുടെ ആവേശം പാരമ്യതയിലെത്തും. രേവതി വിളക്ക് ദർശിച്ച് സായുജ്യമടയാൻ ചെമ്പട്ടുടുത്ത കോമരങ്ങളും 10,000-കണക്കിന് ഭക്തരും ക്ഷേത്രത്തിലേക്ക് ഒഴുകുകയാണ്. 21-നാണ് അശ്വതിക്കാവ് തീണ്ടൽ, 22-നാണ് ഭരണി ആഘോഷം. 3 പിഞ്ചു കുഞ്ഞുങ്ങളുമായി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തെ നടപ്പാതയിൽ അഭയം തേടിയ യുവതിക്കും മക്കൾക്കും പോലീസിന്റെയും വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെയും സ്നേഹത്തണൽ. ഭർത്താവ് ഉപേക്ഷിച്ചതോടെയാണ് ഇവർ പെരുവഴിയിലായത്. ഇടുക്കി സ്വദേശിനിയായ 34-കാരിയെയും 6, 8, 9 വയസ്സുള്ള 3 പെൺമക്കളെയുമാണ് അധികൃതർ ഏറ്റെടുത്ത് തൃശൂരിലെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. അഭയം തേടി ഗുരുവായൂരിലെത്തിയ ഇവർ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ക്ഷേത്രത്തിന് സമീപത്തെ നടപ്പാതയിലായിരുന്നു അന്തിയുറങ്ങിയിരുന്നത്. പകൽ ക്ഷേത്ര നടയിലെത്തും. ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ടിൽ നിന്നുള്ള ഭക്ഷണമായിരുന്നു ഏക ആശ്രയം. സ്കൂളിൽ പോകേണ്ട പ്രായത്തിലുള്ള കുട്ടികൾ പഠനം മുടങ്ങി തെരുവിൽ കഴിയുന്ന കാഴ്ച കണ്ടുനിന്ന നാട്ടുകാർക്ക് നോവായി. കുട്ടികളുമായി യുവതി ദുരിതമനുഭവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ വിവരമറിയിച്ചു. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി യുവതിയുമായി സംസാരിച്ചു. തുടർന്ന് നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇവരെ തൃശൂരിലെ സർക്കാർ അംഗീകൃത അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. പഠനം മുടങ്ങിയ കുട്ടികളെ വീണ്ടും വിദ്യാലയങ്ങളിൽ എത്തിക്കുന്നതിനും യുവതിക്ക് ആവശ്യമായ കൌൺസിലിംഗ് നൽകുന്നതിനും നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. തൃശൂർ അതിരൂപതയിൽ ആദ്യമായി സ്ഥാപിച്ച വേലൂർ ഫൊറോന പിതൃവേദിയുടെ നേതൃത്വത്തിൽ പുരുഷ ദിനം ആഘോഷിച്ചു. ഫാദർ ജെയ്സൺ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഡേവിസ് ചിറമൽ മുഖ്യാതിഥിയായി. ഫാദർ ജോൺ പേരാമംഗലം, ലാറ്റി ആന്റണി, ജോസഫ് മാത്യു എന്നിവർ സംസാരിച്ചു. നിങ്ങൾക്കെല്ലാം പുരുഷനായി സൃഷ്ടിച്ച് ദൈവം മനുഷ്യനായി വന്നപ്പോൾ ഒരു പുരുഷനായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. പുരുഷൻ സ്ത്രീയും തമ്മിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ബയോളജിക്കലായിട്ടുള്ള വ്യത്യാസം ഒഴിച്ച് ദൈവത്തിൻ്റെ ജീവൻ തന്നെയാണ് 2 വ്യക്തികളിലും. പുരുഷനായ പാവറട്ടെ സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ മരണത്തിരുനാൾ ആചരിച്ചു. ദിവ്യബലിക്ക് ഫാദർ ബെന്നി കിടങ്ങൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസ് ചെറുപ്പണത്ത് തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ലിവിൻ ചൂണ്ടൽ സഹകാർമ്മികനായി. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, ഫാദർ അമൽ ഷാഴൂർ എന്നിവർ നേതൃത്വം നൽകി. കവിയും കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരണ വിഭാഗം ഉദ്യോഗസ്ഥനുമായിരുന്ന P. സലീം രാജിന്റെ സ്മരണയ്ക്കായി തളിക്കുളം സൂര്യോദയ വായനശാല ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരത്തിന് ഡോക്ടർ സാബു കോട്ടുകല്ലിന്റെ ഇരിപ്പിനെക്കുറിച്ച് ഒരു ലഘു ഉപന്യാസം എന്ന കവിതാ സമാഹാരം അർഹമായി. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 29-ന് തളിക്കുളത്ത് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. കവി C. രാവുണ്ണി, E. ജിനൻ, V. D. നിയാഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ മരണത്തിരുനാൾ ആചരിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൻ നേതൃത്വം നൽകി. കേരള ലേബർ മൂവ്മെന്റിന്റെ പതാക ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് KM ആന്റോ അധ്യക്ഷത വഹിച്ചു. വനിതാ വിഭാഗം പ്രസിഡന്റ് സീമ ഷാജു, സെക്രട്ടറി ലോഫി റാഫേൽ, ട്രഷറർ CK ജോയ്, ഷൈനി ഷാജി, PI ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിന്റെയും
തിരുവമ്പാടി വിഭാഗത്തിന്റെ തൃശൂർ പൂരം ബ്രോഷർ പ്രകാശനവും ആദ്യ സംഭാവന സ്വീകരണവും നടന്നു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കേണൽ PRM രവി സെക്രട്ടറി K ഗിരീഷ് കുമാറിന് നൽകി ബ്രോഷർ പ്രകാശനം ചെയ്തു. ആദ്യ സംഭാവന മുരുകരാജിൽ നിന്ന് പ്രസിഡന്റ് കേണൽ PRM രവി സ്വീകരിച്ചു. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് 2 തവണ ഇടിവ്. രാവിലെയും ഉച്ചയ്ക്കുമായി ഗ്രാമിന് 555 രൂപ കുറഞ്ഞ് 13,925 രൂപയായി. പവന്റെ വില 1,11,400 രൂപയുമായി. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരി തോട്ടുങ്ങൽ വീട്ടിൽ മൊയ്തു, പത്താങ്കൽ കുന്നത്ത് പീടികയിൽ വീട്ടിൽ അബൂബക്കർ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി PWD റെസ്റ്റ് ഹൌസിന് സമീപം നിയന്ത്രണം വിട്ട കാർ എതിരെ വന്നിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. അരണാട്ടുകര ടാഗോർ ഹാൾ നിർമ്മാണത്തിലെ അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് തൃശൂർ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടാഗോർ ഹാളിലേക്ക് പ്രതിഷേധ മാർച്ചും രാഷ്ട്രീയ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. അരണാട്ടുകര ടാഗോർ ഹാൾ അഴിമതി വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കുക, കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുക, ടാഗോർ ഹാൾ ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. അരണാട്ടുകര ഡിവിഷൻ കൌൺസിലർ വിഭിത വാസു, മണ്ഡലം പ്രസിഡന്റ് ടോം, ഡിവിഷൻ പ്രസിഡന്റ് ജഗദീഷ്, മുൻ മണ്ഡലം പ്രസിഡന്റ് ഡേവി വളപ്പില തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രതിഷേധത്തിന്റെ ഭാഗമായി തോപ്പിൻമൂലയിൽ ടാഗോർ ഹാൾ നിർമ്മാണത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൌൺസിലർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ തെരുവു നാടകവും അരങ്ങേറി. തുടർന്ന് ടാഗോർ ഹാളിലേക്ക് പ്രകടനം നടത്തിയ പ്രവർത്തകർ കൌൺസിലറുടെ നേതൃത്വത്തിൽ ടാഗോർ ഹാളിന്റെ പാർക്കിംഗ് ഏരിയയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം മോട്ടോർ ഉപയോഗിച്ച് നീക്കം ചെയ്തു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ പറമ്പിൽ കെട്ടിയിട്ടിരുന്ന പോത്തിനെ മോഷ്ടിച്ചതായി പരാതി. കോട്ടപ്പടി രായമരക്കാർ വീട്ടിൽ നൌഷാദിന്റെ 1.5 ലക്ഷത്തോളം രൂപ വില വരുന്ന പോത്തിനെയാണ് രാത്രിയിൽ മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയത്. കോട്ടപ്പടിയിൽ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ പറമ്പിലാണ് 6 പോത്തുകളെ രാത്രിയിൽ കെട്ടിയിരുന്നത്. രാവിലെ നോക്കിയപ്പോഴാണ് കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പോത്തിനെ കാണാനില്ലെന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. പറമ്പിലേക്കുള്ള ഗേറ്റിന്റെ പൂട്ട് തകർത്ത നിലയിലായിരുന്നു. ഉടൻ തന്നെ നൌഷാദ് ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. മോഷണം നടന്ന സ്ഥലത്ത് പോലീസ് എത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. പോത്തിനെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയതിന്റെ തെളിവുകൾ സ്ഥലത്തുനിന്ന് ലഭിച്ചു. പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ചുള്ള തൃശൂർ പൂരം പ്രദർശനം 22-ന് തുടങ്ങും. വൈകിട്ട് 4:30-ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി K രാജൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. 180-ൽ പരം സ്റ്റാളുകളും 70-ലധികം പവലിയനുകളും പ്രദർശന നഗരിയിൽ സജ്ജമാകും. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളുടെ വിവരാധിഷ്ഠിത സ്റ്റാളുകളും പ്രദർശന നഗരിയിലുണ്ടാകും. സാധാരണ ദിവസങ്ങളിൽ പ്രവേശന ടിക്കറ്റ് നിരക്കിന് 50 രൂപയും പൂര ദിവസങ്ങളിൽ 60 രൂപയുമാണ് നിരക്ക്. മെയ് അവസാന വാരം വരെ പ്രദർശനം തുടരും. ഏപ്രിൽ 26, 27 തീയതികളിലാണ് തൃശൂർ പൂരം. പൂരം പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് M ജയചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ശ്രീവത്സൻ N കുറുപ്പാൾ, A അരവിന്ദാക്ഷൻ, സെക്രട്ടറി K ദിലീപ്, PS സുരേഷ്, ട്രഷറർ PV അരുൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ കേരള യുണൈറ്റഡ് FC സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ വിമൻസ് ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ ഈ മാസം 22 മുതൽ 30 വരെ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കും. 5 പ്രമുഖ ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. 22-ന് ഉച്ചതിരിഞ്ഞ് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. കേരള യുണൈറ്റഡ് FC മാനേജിംഗ് ഡയറക്ടർ സക്കറിയ കൊടുവേരി, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി കുര്യൻ മാത്യു, ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഡെനി ജേക്കബ്, സോളി സേവിയർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് കേബിളിൽ കുരുങ്ങിയ ബൈക്കിൽ നിന്ന് വീണ് യാത്രക്കാരന് പരിക്കേറ്റു. ചിറ്റാറ്റുകര ചിരിയങ്ങാണ്ടത്ത് ഫ്രാൻസിസിനാണ് പരിക്കേറ്റത്. ഇരിങ്ങപ്പുറം നാലുകണ്ടം റോഡിലായിരുന്നു അപകടം. പരിക്കേറ്റയാളെ ആക്സ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ 1444-ാമത് പൂരത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. പൂരത്തോടനുബന്ധിച്ചുള്ള നെയ് സമർപ്പണം നടന്നു. നടപ്പുരയിൽ ഒരുക്കിവെച്ചിട്ടുള്ള വലിയ ഓട്ടുചരക്കിൽ ഭക്തർ ശാസ്താവിനുള്ള നെയ്യ് സമർപ്പിക്കും. 13 ദിവസങ്ങളിലായി 23 ചുറ്റുവിളക്കുകൾ തെളിയും.
കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണിയോടനുബന്ധിച്ച് നടത്തുന്ന അന്നദാന മഹായജ്ഞത്തിന് തുടക്കമായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാന്റെ പ്രതിനിധി സുരേന്ദ്രവർമ്മ ദീപം തെളിയിച്ചു. യജ്ഞസമിതി ചെയർമാൻ പ്രൊഫസർ പി നാരായണൻകുട്ടി മേനോൻ അധ്യക്ഷത വഹിച്ചു. മാതാജി ദേവി സംഘമേശാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സീമ ജാഗരൺ മഞ്ച് ദേശീയ സംയോജക് എ ഗോപാലകൃഷ്ണൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി ആർ ജയൻ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ കെ ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭക്ഷണം കഴിച്ച് തൃപ്തിയടഞ്ഞു പോകുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്നത് ഇതിനു വേണ്ടി ഗുരുദേവ കൃതികളിലൂടെ ശ്രദ്ധേയനായി മാളയ്ക്കടുത്തുള്ള കുമ്പിടി സ്വദേശി സുധർമ്മൻ കുമ്പിടി. അച്ഛന്റെ മടിയിലിരുന്ന ദൈവദശകം ചൊല്ലി പഠിപ്പിച്ചാണ് സുധർമ്മൻ ഗുരുദേവ ആശയങ്ങളുടെ ലോകത്തേക്ക് കടന്നുവന്നത്. എഴുത്തുകാരൻ, സംഗീതാൽബം, ഹ്രസ്വചിത്രങ്ങളുടെ സംവിധായകൻ, നടൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയാണ് കുമ്പിടി സ്വദേശിയായ ഈ 71-കാരൻ. തട്ടാരുപറമ്പിൽ സുധർമ്മന്റെ അച്ഛൻ സുധാകരനും അമ്മ ദേവയാനിയും ഗുരുഭക്തരായിരുന്നു. 6-ാം വയസ്സിലാണ് അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി ദൈവദശകം ചൊല്ലിത്തുടങ്ങിയത്. ഭക്ഷണം കിട്ടുന്നതിനായാണ് അനുസരിച്ചതെങ്കിലും പിന്നീട് ഗുരുഭക്തനായി മാറുകയായിരുന്നുവെന്ന് സുധർമ്മൻ കുമ്പിടി പറഞ്ഞു. പുസ്തകങ്ങൾ എഴുതിയതും ഇതുപോലെ തന്നെ 4-5 പുസ്തകങ്ങൾ എഴുതി. ആ 5 പുസ്തകത്തിലും എനിക്ക് ഗുരുവിനെ കുറിച്ചുള്ള കാര്യങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എഴുതിയ പുസ്തകം എന്ന് വെച്ചാൽ ഗുരുമാഹാത്മ്യം. ആ ഗുരുമാഹാത്മ്യം പുസ്തകത്തിൽ എഴുതിയത് 108 ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിന്റെ അർത്ഥവിശദീകരണത്തോടുകൂടിയും പിന്നെ കുറെ ജനറൽ ആയിട്ട് കുറച്ച് നോളജ് പിന്നെ ഗുരുവിന്റെ കുറച്ച് കീർത്തനങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചാണ് ചെയ്തത്. 2015-ലാണ് ഹ്രസ്വചിത്രങ്ങളിലേക്ക് കടന്നത്. ഇതിന്റെയെല്ലാം സംവിധാനവും ഗുരുദേവന്റെ വേഷം അഭിനയിച്ചതും സുധർമ്മനാണ്. 5 പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ പ്രഭാഷണങ്ങളും നടത്തുന്നു. 2014 മുതൽ ചെയ്തിട്ടുള്ള സംഗീത ആൽബങ്ങൾക്ക് വിവിധ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, മാള. നവ്യ നന്ദകുമാറിന് കേരള ലളിതകലാ അക്കാദമി സ്കോളർഷിപ്പ്. കേരള ലളിതകലാ അക്കാദമി കലാ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പുകൾ പ്രഖ്യാപിച്ചു. ശില്പി കെ പി കൃഷ്ണകുമാറിന്റെ നാമധേയത്തിലുള്ള സ്കോളർഷിപ്പ് തുകയായ 15,000 രൂപ നവ്യ നന്ദകുമാറിന് ലഭിച്ചു. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല BFA ശില്പകലാ വിദ്യാർത്ഥിയാണ് നവ്യ. ശില്പി എളവള്ളി നന്ദന്റെയും ശ്വേതാ നന്ദന്റെയും മകളാണ്. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ മരണത്തിരുനാൾ ആചരണത്തിൽ പങ്കെടുത്ത് മണലൂരിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. നേതാക്കളായ VG സുബ്രഹ്മണ്യൻ, ഡോക്ടർ CL ജോഷി, ഷൈനി കൊച്ചുദേവസി, MP ഷാജൻ, സാംസൺ ചിരിയങ്കണ്ടത്ത്, KR സുമേഷ്, ബാബു ആന്റണി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വിശുദ്ധ യൗസേ പിതാവിന്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കി ഒരുക്കിയ ലില്ലിപ്പൂവ് എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രീമിയർ ഷോ തൃശൂർ ആർച്ച് ബിഷപ്പ് ഹൌസിൽ നടന്നു. അത്താണിയിലെ പോപ്പ് ജോൺ പോൾ പീസ് ഹോമിന്റെ റൂബി ജൂബിലിയോടനുബന്ധിച്ചാണ് ചിത്രം ഒരുക്കിയത്. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, വികാരി ജനറൽമാരായ ജോസ് കോനിക്കര, ജെയ്സൺ കൂനംപ്ലാക്കൽ, ചാൻസലർ ഡൊമിനിക് തലക്കോടൻ, പീസ് ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ ചാലിശ്ശേരി എന്നിവർ പങ്കെടുത്തു. അഭിനേതാക്കളായ പുറനാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക അംഗങ്ങളും വികാരി ഫാദർ ജോൺസൺ ഐനിക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് കൊച്ചുവേലിക്കകത്ത് എന്നിവരും എത്തിയിരുന്നു. യൗസേ പിതാവിന്റെ തിരുനാളിന് ഒരുങ്ങുന്ന ഈ അവസരത്തില് യൗസേ പിതാവിനെ കുറിച്ചുള്ള മനോഹരമായ ഒരു ചിത്രീകരണം നമ്മുടെ നാട്ടിലെ കുട്ടികളും അപ്പാപ്പനും അപ്പനും അമ്മയും യൗസേപ്പും മറിയുമായിട്ട് അഭിനയിച്ചവരും AI പ്രയോഗമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ മനോഹരമായി ചരിത്രത്തിലെ യൗസേപ്പിനെയും മറിയത്തെയും ഈശോയെ ഒക്കെ അവതരിപ്പിച്ചു. വളരെ മനോഹരമായിരിക്കുന്നു. മിനി ജോയ്സൺ ആണ് രചന. ജിജോ ജോർജ്, പുഷ്പം ജിജോ എന്നിവരുടെ നേതൃത്വത്തിൽ അടാട്ട് പ്രവർത്തിക്കുന്ന വർക്ക് അറ്റ് ഹോം സ്റ്റുഡിയോ ആണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അനിൽ ഈശ്വറാണ് ഛായാഗ്രഹണ. റിയലിസ്റ്റിക് രംഗങ്ങൾ ഷൂട്ട് ചെയ്തും വിശുദ്ധ യൗസേ പിതാവിന്റെ ജീവിതം പ്രതിപാദിക്കുന്ന ഭാഗങ്ങൾ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചടങ്ങിൽ ജിജോ ജോർജ്, പുഷ്പം ജിജോ, മിനി ജോയ്സൺ, ബാബു ചിറ്റ്ലപ്പള്ളി എന്നിവരെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പൊന്നാടയണിയിച്ച് ആദരിച്ചു. TCV ന്യൂസ്, തൃശൂർ. തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ നടത്തിയ സത്സംഗം ഭക്തിസാന്ദ്രമായി. പൂജ്യശ്രീ രാമചരണ തീർത്ഥ സ്വാമികളുടെ സത്സംഗമാണ് നടന്നത്. ക്ഷേത്രത്തിലെത്തിയ പൂജ്യശ്രീ രമണചരണ തീർത്ഥസ്വാമികളെ ക്ഷേത്ര മാനേജർ S വിജയകുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ഗീത എന്തിനാ ഉപദേശിച്ചത്? ശോകം
വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പറവകൾക്കായി വിദ്യാലയത്തിൽ പാനപാത്രങ്ങൾ സ്ഥാപിച്ചു. പ്രധാന അധ്യാപിക KS ജെൻസി ഉദ്ഘാടനം ചെയ്തു. അമ്പിളി പീറ്റർ, കൌൺസിലർമാരായ PJ ജിൻസി, ജിംഷ ഇട്ടൂപ്പ്, ജിജി തമ്പി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളായ KR കൃഷ്ണകാന്ത്, അൽന റോസ്, സാജു എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. എല്ലാ ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അങ്ങാടിക്കുരുവി ദിനാചരണം നടത്തി. ആവണങ്ങാട്ട് കളരിയിലെ അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ഹിമ പ്രവീൺ, പ്രധാന അധ്യാപിക A ശ്രീദേവി, VK പ്രദീപ്, പ്രമോദ് കണിമംഗലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും നിറവിൽ ചേരമാൻ പള്ളിയിൽ ഇഫ്താർ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മഹൽ പ്രസിഡന്റ് NA റഫീഖ് അധ്യക്ഷത വഹിച്ചു. മഹൽ ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി ഇഫ്താർ സന്ദേശം നൽകി. മഹൽ ഇമാം അബ്ദുൽ അസീസ് നിസാമി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്, ഫാദർ സന്തോഷ് ആന്റണി, തൃശൂർ കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടുശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. നിങ്ങൾ ദൈവം പടച്ചിട്ടുള്ളത്, അള്ളാഹു പടച്ചിട്ടുള്ളത് നിങ്ങൾ പരസ്പരം പരിചയപ്പെടാൻ. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,925 രൂപ, പവന് 1,11,400 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ജില്ലയിലെ ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപനാണ് പത്രിക സമർപ്പിച്ചത്. BJP രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ച B ഗോപാലകൃഷ്ണനും A നാഗേഷും. CPIയിൽ നിന്ന് പുറത്താക്കിയ CC മുകുന്ദൻ നാട്ടികയിൽ BJP സ്ഥാനാർത്ഥി. കൊള്ളയടിക്കാനും തമ്മിലടിക്കാനുമാണ് UDFന് അധികാരമെന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ PK ബിജു. LDF തമ്മിലടിക്കുന്ന മുന്നണിയല്ലെന്നും PK ബിജു. പാലിയേക്കര മടവാക്കരയിൽ LPG പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പൂർണ്ണമായി അടയ്ക്കാൻ ശ്രമം തുടരുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അധികൃതർ. ഭൂമി വിട്ട് നൽകുന്നതിനെ ചൊല്ലി ഇരിങ്ങാലക്കുട നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ചെയർമാൻ അവതരിപ്പിച്ച പ്രമേയത്തെ ചൊല്ലി തർക്കം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള പ്രമേയം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് LDF. മറ്റത്തൂർ പഞ്ചായത്തിലെ മന്ദരപ്പള്ളി നൂലുവള്ളി റോഡിലുള്ള കലുങ്കുപാലം അപകടാവസ്ഥയിൽ. മണ്ണിടിഞ്ഞുള്ള ഗർത്തം രൂപപ്പെട്ടതോടെ യാത്രക്കാർ അപകടത്തിൽപ്പെടാവുന്ന സ്ഥിതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.